വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതിരുന്ന ഒരു ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് തെരുവോരത്ത് നിന്നും 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ രക്ഷിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ആ ഒരു പെൺകുഞ്ഞിനെ അവർ അവരുടെ സ്വന്തം മകളായിട്ട് വളർത്തുകയാണ്. എന്നാൽ അടുത്ത വർഷം ഈ ഒരു ഭർത്താവ് അസുഖങ്ങളൊക്കെ വന്നിട്ട് മരിച്ചു പോകുന്നു. അതിനുശേഷം ആ ഒരു അമ്മ ഒറ്റയ്ക്ക് ആ ഒരു പെൺകുട്ടിയെ 8ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. ഇതിനിടെ ഈ ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് കടമൊക്കെ വാങ്ങിച്ചിട്ട് മറ്റൊരു നല്ല സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക കൂടി ചെയ്തു. എന്നാൽ അവിടെ വെച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടിക്ക് 21 22 വയസ്സുള്ള 2 യുവാക്കളുമായിട്ട് പ്രണയബന്ധം ഉണ്ടാവുകയാണ്. എന്നാൽ ഒരേ സമയം രണ്ടുപേരുമായിട്ടുള്ള പ്രണയബന്ധം ഈ ഒരു അമ്മ എതിർക്കുകയും ആ എതിർത്ത ഒറ്റ കാരണം കൊണ്ട് അവർ അമ്മയെ കൊല്ലാനായിട്ട് ഈ ഒരു മകൾ തീരുമാനിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഏപ്രിൽ 19 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടി അവളുടെ അമ്മയ്ക്ക് തന്റെ കാമുകന്മാർ കൊടുത്ത ഉറക്ക ഗുളികകൾ ആഹാരത്തിൽ പൊടിച്ചേർത്ത് കൊടുക്കുകയും അവരെ ബോധം കെടുത്തി ഇടുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവളുടെ കോളിന് വേണ്ടി കാത്തു നിന്ന കാമുകന്മാർ ഇവർ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവിടേക്ക് വരികയും ഈ ഒരു പെൺകുട്ടിയുടെ സഹായത്തോടു കൂടി അവരുടെ മുഖത്ത് പില്ലോ അമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അമ്മയുടെ ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് കാരണമാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ എല്ലാവരും കരുതി. എന്നാൽ അവരുടെ സഹോദരൻ ഈ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഫോണിലെ ചാറ്റുകൾ കാണുകയും അതിൽ നിന്നും ഇവരെ കൊലപ്പെടുത്താനുള്ള പ്ലാനും അതിനോടൊപ്പം തന്നെ അവരുടെ 10 പവനോളം സ്വർണവും 60,000 രൂപയും അടിച്ചു മാറ്റാനുള്ള പ്ലാനും എല്ലാം അയാൾ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം അയാൾ പോലീസിന് വിവരം അറിയിക്കുകയും പെൺകുട്ടി ഉൾപ്പെടെയുള്ള 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.